ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് യു ക്യാൻ ആസ്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിൽ പലരും ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരിക്കുള്ള ഉറക്ക് കിട്ടാറില്ല. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നിട്ടാവും കുറേ ടൈമുകളൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നത്. നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നമ്മൾ കിടക്കാൻ പോവാറില്ലേ? പക്ഷെ എല്ലാവർക്കൊന്നും അത് പറ്റില്ല. ചില ആൾക്കാർക്ക് കുറച്ചൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഉറക്ക് വരും. ചില ആൾക്കാർക്ക് ഉറക്ക് കിട്ടാറേ ഇല്ല. അതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണെന്നും ഉറക്ക് എന്താണെന്നും അതേപോലെ തന്നെ ഉറക്ക് പെട്ടെന്ന് നമുക്ക് വരാനുള്ള വഴികൾ എന്താണെന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് ഇത്. ശരീരവും മനസ്സും വിശ്രമത്തിലേക്ക് പോവുകയും തൻ്റെ പരിസരം മറക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉറക്കം. ഉറക്കം ക്ഷീണം അകറ്റി ഉന്മേഷം നൽകുന്നു. ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഉറക്കം അത്യാവശ്യമാണ്. ഉറങ്ങുമ്പോൾ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ശരീര ഊഷ്മാവ്, രക്തസമ്മർദ്ദം എന്നിവ ഉണർന്നിരിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. മാനസിക അസ്വസ്ഥതകൾ, ഉത്കണ്ഠ, ലൈംഗികാവേശം, രോഗഭീതി, വിഷാദരോഗം, ഭീതി ചെലുത്തുന്ന ചുറ്റുപാട്, ശബ്ദങ്ങൾ, വെളിച്ചം, ആൾത്തിരക്ക്, അമിത സ്വപ്നവും പേടി സ്വപ്നവും ഇതൊക്കെ നമ്മളെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ്. നല്ല ഉറക്കത്തിന് മെലറ്റോണിൻ ഹോർമോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഉറങ്ങാൻ സാധിക്കും. വാഴപ്പഴം, വാൾനട്ട്, ബദാം, നട്ട്സുകൾ, പാൽ എന്നിവ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് കഴിക്കുന്നത് നല്ലതാണ്. അതിൽ ധാരാളം മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ശരീരത്തിനും പേശികൾക്കും വിശ്രമം നൽകുകയും ട്രിപ്റ്റോഫാൻ ഹോർമോണിനെ ഉറക്കം നൽകുന്ന ഹോർമോണായ മെലാറ്റോണിൻ ആക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 15 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരേ ടൈം ആയിരിക്കുക. ഒരു ദിവസം 10 മണി, ഒരു ദിവസം 11 മണി, പിന്നെ ഒരു ദിവസം 12 മണി, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാനുള്ള ചാൻസ് കുറയും. കിടക്കുന്നതിൻ്റെ മുൻപായി മേൽ കഴുകുന്നത് നല്ലതാണ്. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രിയിൽ കുറഞ്ഞിരിക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് ഉറക്ക് വരാൻ സഹായിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ആദ്യത്തെ 3 സെക്കൻഡ് ഉള്ളിലേക്ക് ശ്വാസം വലിച്ച് പിടിച്ച് കുറച്ചു നേരം സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നെ അത് പുറത്ത് വിടുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഉറക്ക് കിട്ടും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങണം എന്നൊരു ചിന്തയല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. മ്യൂസിക്കുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ സാധിക്കും. ദുസ്വപ്നങ്ങളും മറ്റും കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കുക. നിങ്ങൾ ഏതു മതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും നീണ്ട ഉറക്കത്തിന് സഹായിക്കുകയും ചെയ്യും. വൈകുന്നേരങ്ങളിലെ ചായക്കുടി ഉറക്കത്തെ ഇല്ലാതാക്കും. പകരം ചൂടുവെള്ളവും നട്ട്സും കഴിക്കുന്നത് നല്ലതാണ്. കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ഇനി പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.